അനുവിൻ്റെ അടുത്ത് നല്ല രീതിയിൽ ഓപ്പണായിട്ട് സംസാരിച്ചൊരു വ്യക്തി കേട്ടോ ലക്ഷ്മി. നല്ല പോലെ സംസാരിക്കുന്നുണ്ട്, ഫുഡിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനു പറയാണ് ഫുഡ് ഭയങ്കര ശോകമായിരുന്നു, ഇനി വൈകുന്നേരം കയറി വെക്കണം എന്നുള്ള രീതിയിൽ. കാരണം രാവിലെ ഇത്ര 25 പേരില്ല, 25 പേർ കൂടെ വെക്കുമ്പം പെട്ടെന്ന് ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് കുറച്ച് മോശമായി. അപ്പം അത് വെക്കണം, ഞാൻ ഇനി വൈകുന്നേരം കയറി വെക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, നീ എന്തിനാ കയറുന്നത്, എല്ലാവർക്കും കുക്ക് ചെയ്യാനൊക്കെ അറിയാം, നീ വെറുതെ അടുക്കള കയറേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ലക്ഷ്മി പറയുന്നുണ്ട്. അതേപോലെ തന്നെ അനുമോൾ പറയുന്ന വേറൊരു കാര്യം, ഇത്രയും നാളായി ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ ക്യാപ്റ്റൻ ആയില്ല, അവർക്ക് വേണമെങ്കിൽ എന്നെ അവസാന ആഴ്ചയെങ്കിലും ക്യാപ്റ്റൻ ആക്കാമായിരുന്നു, അതിന് നല്ല വിഷമമുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞാനും ആയിട്ടില്ല. അപ്പം അനുമോൾ പറയുന്നത് നീ പകുതി കഴിഞ്ഞപ്പോഴല്ലേ വന്നത്, പക്ഷേ ഞാൻ ആദ്യം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതാവാത്തതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ടെന്നുള്ള രീതി പറയുന്നു. പിന്നെ എപ്പിസോഡ്സിൻ്റെ കാര്യമൊക്കെ ചോദിക്കുകയാണ്. അപ്പം അനുമോൾ പറഞ്ഞു ഞാൻ എല്ലാവരോടും പോയി സോറി പറഞ്ഞു, നെവിൻ എൻ്റെ അടുത്ത് വന്ന് ഹഗ് ചെയ്ത് സംസാരിച്ചു. അതേപോലെ അക്ബറിനോടും ഞാൻ പോയി പറഞ്ഞു, സോറിയൊക്കെ പറഞ്ഞു. നമ്മളിവിടുന്ന് എപ്പോഴും ഇറങ്ങി പോകാമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ തോന്നുന്നു പറയേണ്ടിയിരുന്നില്ല എന്ന്. കാരണം എല്ലാവരുടെ സ്വഭാവം ഇവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മാറി എന്നുള്ള രീതിയിലാണ് അനുമോൾ പറയുന്നത്. പിന്നെ ആകപ്പാടെ എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, ഈ ഒരു 7 പേരിൽ നിന്ന്, അതായത് ലാസ്റ്റ് വന്നിരിക്കുന്ന 7 പേരിൽ നിന്ന് ആദ്യം തന്നെ എന്നെ ഔട്ട്, എനിക്ക് ഫൈനൽ 5 വരാൻ നല്ല ആഗ്രഹമുണ്ട്. ഈ ഒരു 7 പേരിൽ ഇത്രയും ആൾക്കാർ മുൻപിൽ തലകുനിച്ച് പോകാൻ ഇടയാക്കരുതേ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു അങ്ങനെയൊന്നും നടക്കത്തില്ല, അങ്ങനെയാണെങ്കിൽ തന്നെ നീ കരയരുത് എന്നുള്ള രീതിയിൽ അനുമോളോട് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുകയാണ് ഇത്രയും പേരുടെ കൂടെ ഇറങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര നാണക്കേടാവും. അതേപോലെ ഞാൻ എൻ്റെ ഫണ്ണിയായിട്ടുള്ള ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ കുട്ടിത്തോ ഒന്നും ഞാൻ ഇവിടെ കാണിക്കാറില്ല, അതൊക്കെ കാണിക്കാനുള്ളൊരു മനസ്സ് ഇതുവരെ തോന്നിയിട്ടില്ല എന്നൊക്കെ പറയാണ്. അതേപോലെ ലക്ഷ്മിയുടെ അടുത്ത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഫേക്കാണ്, മീൻസ് അവളുടെ അടുത്ത് ചിരിച്ച് കളിച്ചിട്ട് മാറി നിന്ന് കുറ്റം പറയുന്നവരാണ്, അതുകൊണ്ട് തന്നെ അവരോട് മിണ്ടാൻ താല്പര്യമില്ല. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്, ചിലപ്പം എല്ലാവരും അത്രയ്ക്ക് സ്ട്രോങ് അല്ലാത്തവർ ആരെങ്കിലും ഒരാൾക്കെതിരെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നീങ്ങുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരും കൂടെ അവർ കൂട്ടത്തിൽ അങ്ങ് ചേരും. അങ്ങനെ കൂടെ ചേർന്നിട്ടുള്ള ആളാണ് ഈ ശാരിക അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അനുമോൾക്കെതിരെ കുറച്ച് പേര് എതിരാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരും കൂടെ കൂട്ടം കൂടി കുറ്റം പറയാൻ തുടങ്ങി. അനുമോളോട് അവർക്ക് പ്രത്യേകിച്ച് ദേഷ്യമോ വൈരാഗ്യമോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെ നിൽക്കുന്നത് കൊണ്ട് അവരും അവിടെ നിൽക്കുന്നു. ഇവിടുത്തെ പല ആൾക്കാരും അങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മി അനുമോളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ അവർ കുറച്ച് കാര്യങ്ങൾ ആകപ്പാട് അനുമോളോട് മനസ്സ് തുറന്ന് ഇവിടെ വന്ന് സംസാരിച്ച ഒരേ ഒരു വ്യക്തി ലക്ഷ്മിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്ഷ്മിയോട് അനുമോളും അനുമോളുടേതായിട്ടുള്ള കുറച്ച് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഓപ്പണായിട്ട് പറയുന്നുണ്ട്.